ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആർട്ട് വിത്ത് റിലേറ്റഡ് അല്ലാത്തൊരു വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. നമ്മുടെ സാധാരണക്കാർക്കും വീട്ടിലൊരു തിയേറ്റർ സെറ്റപ്പ് ആയാലോ, അതാണ് ഇപ്പോൾ ഇന്നിവിടെ കാണിക്കുന്നത്. ഇത് ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു നമ്മളുടെ വീട്ടിലും ഒരു തിയേറ്റർ കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇത് ഫ്ലിപ്കാർട്ടിലൊരു ഓഫറുള്ള ടൈമിൽ ഓർഡർ ചെയ്തതാണ് കേട്ടോ. പേലേറ്റർ വഴിയാണ് ഞങ്ങളിത് വാങ്ങിച്ചത്. സഡ്കോ യുവ പ്ലസ് എന്നാണ് നമ്മുടെ ഇതിൻ്റെ കമ്പനിയുടെ പേര് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എക്സൈറ്റഡ് ആണ്. ഒന്ന് തുറന്നു നോക്കാം. അത് എക്സൈറ്റ്മെൻറ്റ് കൂടിയതുകൊണ്ടാണ് എല്ലാം താഴെ പോയിട്ടുണ്ട്. ഭാഗ്യത്തിന് പ്രൊജക്ടർ താഴെ പോയിട്ടില്ല. ഇനി ഇതൊക്കെ പെറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ എന്താ കൂടെ കിട്ടിയിട്ടുള്ള എല്ലാം നോക്കാം. ഇതിൻ്റെ വാറൻറ്റി കാർഡ് ഉണ്ട് കേട്ടോ. വാറൻറ്റി കാർഡ് ഉണ്ട്, പവർ കേബിൾ ഉണ്ട്, HDMI കേബിൾ ഉണ്ട്, 2 ബാറ്ററി ഉണ്ട്. ഇനി വേറെന്താ, റിമോട്ട് ഉണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. കാഴ്ചയിലൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് റിമോട്ട്. ഇനി വർക്ക് ചെയ്തിട്ട് നമുക്ക് നോക്കാം ബാക്കി എന്താ ഡീറ്റെയിൽ എന്നുള്ളത്. കാഴ്ചയിൽ കുഴപ്പമൊന്നുമില്ല, നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ഇനി പ്രൊജക്ടർ കയ്യിലെടുക്കുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി അതും താഴെ ഇടുമോ എന്നുള്ളത് അറിയില്ലല്ലോ. ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചിട്ടൊക്കെയാണ് പിടിച്ചത്. മോൻ എൻ്റെ ഇടയിൽ ഓരോന്നും എടുത്തിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാണ് നമ്മുടെ താരം, സഡ്കോ യുവ പ്ലസ്. സംഭവം കൊള്ളാം കേട്ടോ. നല്ലൊരു എന്താ പറയുക, നല്ല സന്തോഷം തോന്നി ഇത് കയ്യിലെടുത്തപ്പോൾ. ഇനി അതിൻ്റെ എന്തൊക്കെയാണ് ബാക്കി വർക്കും കാര്യങ്ങളൊക്കെ ഇനി നോക്കണം നമുക്ക്. അതിൻ്റെ ലെൻസ്, റിമോട്ട് ഇല്ലാണ്ടും അതിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മളുടെ ഒരു സ്ക്രീൻ ഉണ്ടെങ്കിൽ ഒന്നുകൂടി അടിപൊളിയായിട്ട് നമുക്ക് നല്ല ക്ലാരിറ്റിയിൽ കാണാം കേട്ടോ. നമ്മുടെ വൈറ്റ് വാളായാലും മതി, കുഴപ്പമൊന്നുമില്ല, ക്ലിയർ ഉണ്ടാവും. പക്ഷേ സ്ക്രീൻ ആകുമ്പോൾ ഒന്നുകൂടി ആ ഒരു സെറ്റപ്പ് കംപ്ലീറ്റ് ആവുമല്ലോ. നോക്കാം, സ്ക്രീൻ നോക്കണം, വാങ്ങണം. പിന്നെ ഒരു ഹോം തിയേറ്ററും കൂടി ഉണ്ടെങ്കിൽ സെറ്റപ്പ് ആയല്ലോ. ഇതാണ് നമുക്ക് റിമോട്ട് ഇല്ലെങ്കിലും വർക്ക് ചെയ്യിക്കാം കേട്ടോ. പിന്നെ ഇതിൽ USB അറ്റാച്ച് ചെയ്യാം. HDMI കണക്ട് ചെയ്തിട്ട് നമുക്ക് സെറ്റപ്പ് ബോക്സ് കണക്ട് ചെയ്യാം കേട്ടോ. ഇതാണ് അതിൻ്റെ സ്പീക്കർ. കാണാൻ നല്ല രസമുണ്ടല്ലേ. അങ്ങനെ അപ്പോൾ ഇനി നമുക്ക് എന്തായാലും സെറ്റ് ചെയ്തിട്ട് നമ്മളുടെ ഇത് ലെൻസ് പവർ സെറ്റാക്കണതാണ് കേട്ടോ. സംഭവം സൂപ്പറായുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് സെറ്റ് ചെയ്തിട്ട് കാണാം. താങ്ക് യു.